നമ്മുടെ ഒരു വിഷമം എന്ന് പറയുന്നത്, ഇപ്പോഴും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിൽ പലരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം. ഭാഗവതത്തിനെ ഒരു മോഡേൺ സൈക്കോളജിക്കൽ ലെവലിലേക്ക് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരുപക്ഷെ ടുമാറോ വേൾഡിൽ തന്നെ യൂണിവേഴ്സിറ്റികൾ ഭാഗവതത്തെ ഒരു സൈക്കോളജി പുസ്തകമാക്കി എടുത്തേക്കും. അതിലേക്ക് നമ്മൾ കൊണ്ടുവരാം. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രത്യേകിച്ച് നമ്മൾ വൈദ്യലിംഗ ശർമാജിയെപ്പോലുള്ള മഹാന്മാർ, അവരൊക്കെ ഒരു വശത്ത് ഇതിലൊക്കെ വിരാജിച്ച ആളുകൾ ഉണ്ടാക്കിയ പരിവർത്തനം നോക്കുമ്പോൾ, ശരി, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് ഗൗരവത്തോടെ കേൾക്കേണ്ടത് അറിയില്ല. അപ്പം അമേരിക്കയിൽ അവരെന്തെങ്കിലും ഒരു സാധനം പുറത്തെടുക്കുമ്പോൾ, ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഈവൻ അവർ പല സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ പഠനം നടത്തും. ഇവരിൽ എത്ര പേരിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്, എത്ര പേരിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം ഉണ്ടായതെന്ന്. ഈ തരത്തിലൊക്കെ ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇവർ റിസർച്ചിൻ്റെ പുറത്തു വിടുക. ഇതുകൊണ്ട് ഇത്ര ആളുകൾക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ ഭാഗവതം കൊണ്ട് എത്ര ആളുകൾക്കാണ് മഹാന്മാർക്ക് പ്രയോജനം ഉണ്ടാവുന്നത്. പക്ഷെ എത്ര പേര് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്? നമുക്കിതിനെക്കുറിച്ച് ഒരു ഗൗരവകരമായ ഒരു പഠനം വേണ്ടയോ? ഇപ്പം ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായ തന്നെ, ഭാഗവതം കൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇത് തന്നെ ഒരു വലിയ പഠനമാണ്. ഇത്രയും ആളുകളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഭാഗവതം പോലുള്ളൊരു കൃതിക്ക് സാധിച്ചുവെങ്കിൽ അടുത്ത ചോദ്യം, ഇതെങ്ങനെയാണ് സാധിച്ചത്? ഇതെന്താണ് ഉള്ളിൽ സംഭവിച്ചത്? എന്ത് പരിവർത്തനമാണ് മാറ്റം ഉള്ളിലുണ്ടായത്? അതിനെന്ത് എഫേർട്ടാണ് നമ്മൾ എടുത്തത്? അതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് എന്തൊക്കെയായിരുന്നു? മനസ്സിലായില്ലേ? ഇതെല്ലാം വെച്ച് മൊഡ്യൂൾസ് എന്നൊക്കെ പറയും ഇതിനെ. ഈ മൊഡ്യൂൾസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ചില സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, നമ്മൾ സിലബസുകൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ടീച്ചിങ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു നമ്മളിൽ കുറച്ച് പേര് മെനക്കെടുകയാണെങ്കിൽ നാളത്തെ ഒരു സിഗ്മണ്ട് ഫ്രോയിഡും ഉണ്ടാവില്ല. ലോകം കണ്ട ഏറ്റവും വലിയൊരു സൈക്കോളജി പുസ്തകമായി, സ്പിരിച്വൽ സൈക്കോളജി പുസ്തകമായി ഭാഗവതം മാറും. കൃഷ്ണനെ അങ്ങനെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രം. നിങ്ങൾ 5000 വർഷം പഴക്കമുള്ളൊരു കൃതി എടുത്തുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ അമ്മാനമാടുന്നത്. എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്. ഭാഗവതം തന്ന ക്ലാരിറ്റിയാണ്, ഭാഗവതം തന്ന കൺവിക്ഷനാണ്, ഭാഗവതം തന്ന ഒരു ഡിറ്റർമിനേഷനാണ്. ഞാൻ ഇവിടെ വന്നിരിക്കാൻ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഫിസിക്കലി ഞാൻ ഫിറ്റല്ല. എനിക്ക് ഇത്തിരി ഇൻഫെക്ഷൻ പെട്ടു. ഞാൻ ബോംബെ പോയിരുന്നു 2 ദിവസം മുമ്പ്. അവിടുന്ന് പ്രശ്നം, അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ഇത്തിരി ഇൻഫെക്ഷൻ പെട്ടു. പക്ഷേ എന്തോ ഈ ഭാഗവതത്തിൻ്റെ ഒരു വലിയ ശക്തിയായിരിക്കാം ഒട്ടും നമ്മളെ അത് ബാധിച്ചില്ല, ഒരല്പം പോലും. മിനിയാന്നും എൻ്റെ പ്രോഗ്രാം ഒരു തരത്തിലും എന്നെ അത് ബാധിച്ചതേ ഇല്ല. ഞാൻ ഭാഗ്യവശാൽ ചെന്ന് പെട്ടത് ഡോക്ടർ ഫാമിലിയുടെ വീട്ടിലാണ്. അവരെനിക്ക് മരുന്നിൻ്റെ ഒരു കുമ്പാരം കാണിച്ചു, സ്വാമി ഇത് അതിനെ പറ്റി, ഇതിനെ പറ്റി. ഞാൻ പറഞ്ഞു, പൂർണ്ണമത പൂർണ്ണമിതം, പൂർണ്ണാൽ പൂർണ്ണം, അത് മതി. ഭാഗവതം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മരുന്ന്. മനസ്സിലായില്ലേ? അവരുടെ ഒരു സന്തോഷത്തിന് ഒരു വൈറ്റമിൻ ഗുളിക എടുത്തിട്ട് പറഞ്ഞു, ദിറ്റ്സ് ഇനഫ്, മതി. ഇതൊരു സത്യമാണ് ഈ പറയുന്നത്. നമുക്ക് ഈ ഒരു ധൈര്യം, ഈ ശക്തി, ഈ കോൺഫിഡൻസ് തരാൻ അത് ഈഗോ കൊണ്ട് വരുന്നതല്ലത്, ഭാഗവതം തരുന്നതാണെങ്കിൽ ഇതുപോലെ എത്ര ആളുകൾക്ക് ജീവിതത്തിൽ വലിയ കരുത്തും ഊർജവും ശക്തിയും മാറ്റവും ഭാഗവതം കൊടുത്തിട്ടുണ്ടാവണം. ഇത് നമ്മൾ വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോവരുത്. അടുത്ത തലമുറകൾക്ക് ഇതൊരു വലിയൊരു ഇൻസ്പിരേഷനാക്കി മാറ്റിയാൽ നാളെ അവരും ഈ ഭാഗവതത്തിൻ്റെ വഴിയിലേക്ക് വരും. അവർക്ക് മനസ്സിലാവും ഭാഗവതം വെറും അച്ഛനും അമ്മയ്ക്കും വേറെ പണിയില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ അമ്പലത്തിൽ പോയി ഭാഗവതം വായിച്ചു, ഒരു പുരാണം വായിക്കുന്ന രീതിയിൽ അവരത് കാണില്ല. മറിച്ച് അവർക്ക് മനസ്സിലാവും, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ ഇത്രയും മാറ്റമുണ്ടാക്കാൻ ഈ ഭാഗവതം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗവതം ഞങ്ങളുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരണം. വേണോ വേണ്ടയോ? നാളെ ലോകം തന്നെ ചിന്തിക്കുന്ന വിധത്തിലാക്കണം നമുക്ക്. കാരണം ഈ ഭാരതത്തിന് മാത്രമേ, നിങ്ങൾ നോക്കൂ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു പ്രധാന കാര്യം ഇതാണ്. ഇന്നിപ്പോൾ ലോകം നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും പാർലമെൻറ്റിൽ ഡിബേറ്റ്സ് നടക്കുന്നത് ഈ സിന്ദൂർ ഓപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എവിടെയാണ് ലോകം നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ. ഇപ്പോഴും പറയാനുള്ളതൊക്കെ ലോകത്തിൻ്റെ അൺസ്റ്റഡിയെക്കുറിച്ചാണ്, അല്ലേ? നിങ്ങൾ നോക്കൂ, യുദ്ധങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഈ പലസ്തീൻ്റെ ഇഷ്യൂ തീർന്നിട്ടില്ല. ഒരു വശത്ത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. കാണുന്നില്ലേ നിങ്ങൾ പത്രത്തിലൊക്കെ? ഉണ്ടോ?
ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഋഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ഹിന്ദുവിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ള. അതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും? വെറുതെ ഞാനിരുന്ന് സ്റ്റേജിൽ ഇരുന്നിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ നത്തിങ് വിൽ ഹാപ്പൻ. നത്തിങ് വിൽ ഹാപ്പൻ. ഇവിടെയാണ് മനുഷ്യൻ ജീവിതത്തെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? ഞാൻ കേവലം ഒരു ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണോ വന്നിരിക്കുന്നത്? രാമായണത്തിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ തോട്ട്സ് വരും. ഉത്തരരാമായണത്തിൽ ശ്രീരാമസ്വാമി സീതാദേവിയെ വാത്മീകി ആശ്രമത്തിൽ കൊണ്ടുവിടാൻ ലക്ഷ്മണനോട് പറഞ്ഞു. നമ്മൾ ഹിന്ദുക്കൾ പലപ്പോഴും ഉണ്ടല്ലോ, ഈ പറയുന്നതൊക്കെ അപകടമായിത്തീരും. അത് രാമായണ മാസം ഇതുകൊണ്ട് പറയുകയാണ്. ഇപ്പോഴും എനിക്കറിയില്ല നമ്മൾ ഹിന്ദുക്കൾ എന്താ നേരെ ആവാത്തതെന്ന്. നിങ്ങൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ശ്രീരാമസ്വാമി സീത എന്ത് ചെയ്തു? ഗർഭിണിയായ സീത എന്ത് ചെയ്തു? കാട്ടിലുപേക്ഷിച്ചു. കഴിഞ്ഞു. നോക്കൂ, ഞാൻ എത്ര പേര് കാട്ടിലുപേക്ഷിച്ചു എന്ന് പറഞ്ഞു? ഒന്ന് കൈപ്പൊക്കൂ, സത്യം പറയണം. പൊക്കണ്ട, കണ്ടിട്ടേ നാണം തോന്നണം. നിങ്ങൾ തന്നെ നോക്കൂ, രാമൻ സീതയെ കാട്ടിലുപേക്ഷിച്ചു പറഞ്ഞാൽ എന്തൊരു മോശമാണത്, എന്തൊരു മര്യാദ കെട്ടൊരു വാക്കാണത്. അതും സീത എന്താ അവസ്ഥയാണ്? ഉറക്കെ പറയൂ. ഗർഭിണിയാണ്. ആണോ? ഗർഭിണിയായിരിക്കുന്ന സീതയെ രാമൻ കാട്ടിൽ കൊണ്ടുവിടുന്നത് ഒരു മനുഷ്യത്വത്തിന് ചേർന്നാണോ? സംസ്കാരമുള്ള പ്രവൃത്തിയാണോ? പറയൂ നിങ്ങൾ. പിന്നെ എന്തിന് രാമനെ നമ്മൾ ആദരിക്കണം, പൂജിക്കണം എന്ന് അടുത്ത തലമുറ ചോദിച്ചാൽ എന്തുത്തരാ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? ഒരു സീതയോട് ചെയ്ത ഇത്തരത്തിലുള്ള ക്രൂരതയ്ക്ക് നിങ്ങൾ എന്താ ഉത്തരം പറയുക? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാമായണത്തിൻ്റെ പലതും പ്രോപ്പർലി അല്ല മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മൾ സീതാദേവിയിലൂടെ രാമായണം എന്ന് മനസ്സിലാക്കണം. സീതാദേവിക്ക് മനസ്സിലായി തന്നെ കുറച്ച് അപവാദങ്ങൾ കൊട്ടാരത്തിന് ചുറ്റും പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ സീതാദേവിയാണ് രാമനോട് പറയുന്നത്, ഏറെ നാളായി എൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്, ഞാനിങ്ങനെ പറയാൻ കാത്തിരിക്കുകയായിരുന്നു, എനിക്കൊന്ന് വാത്മീകി ആശ്രമത്തിൽ പോയി താമസിക്കണമെന്ന്. ശ്രീരാമസ്വാമി കാട്ടിൽ ഉപേക്ഷിക്കുകയാണോ ചെയ്തത്? വാത്മീകി ആശ്രമത്തിൽ കൊണ്ടുവിടുകയാണോ ചെയ്തത്? ഉറപ്പില്ലാന്നോ? ശ്രീരാമസ്വാമി സീതയെ വാത്മീകി ആശ്രമത്തിൽ കൊണ്ടുവിടുകയാണോ ചെയ്തത്? ശ്രീരാമസ്വാമി പോയില്ല, ലക്ഷ്മണനെ പോയി വിടിപ്പിച്ചു. അങ്ങനെ കൊണ്ടുവിടുകയാണോ ചെയ്തത്? അതോ കാട്ടിൽ ഉപേക്ഷിക്കുകയാണോ ചെയ്തത്? ശ്രീരാമസ്വാമി സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചോ അതോ വാത്മീകി ആശ്രമത്തിൽ കൊണ്ടേൽപ്പിച്ചുവോ? അത് 101 പ്രാവശ്യം എഴുതിക്കൊള്ളേ നാളെ. അല്ല, തോന്നിവാസം പറഞ്ഞ് ശീലിച്ചു പോയി നമ്മൾ. ഇനി കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് വായെന്ന് വരരുത്. സീതാദേവി ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഉറക്കെ പറയൂ. ഇനി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ പറഞ്ഞ് ശീലിക്കരുത്. തെറ്റ് പറഞ്ഞ് നമ്മൾ ശീലിച്ചു പോയി. അങ്ങനെയാണ് നമ്മുടെ ഓണം അങ്ങനെയാക്കിയത് നമ്മൾ, അല്ലേ? നമ്മളൊക്കെ ഭാഗവതം തുടങ്ങുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന കാര്യം എന്താണ്? പാതാളത്തിൽ ഭാഗം എടുത്ത് മൂലെടുത്ത് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് പാതാളവും ഇല്ല, ഒന്നുമില്ല. മഹാബലിയെ സുതലത്തിലേക്ക് നമ്മളങ്ങനെയല്ലേ കേട്ടത്? പാതാളല്ലേ കേട്ടത്? പറയൂ, ആരാ പാതാളത്തിലേക്ക് ആക്കിയത്? നമ്മളൊക്കെ തന്നെ. അല്ലാതെ ആര്? അല്ല, വേറെ ആര്? പുറമേ നിന്ന് ബ്രിട്ടീഷുകാർ വന്നിട്ട് പാതാളത്തിലാക്കിയോ? അറബികൾ വന്നിട്ട് പാതാളത്തിലാക്കിയോ? നമ്മുടെ ആൾക്കാരാണോ പാതാളത്തിലാക്കിയത്? ഉറക്കെ പറയൂ. നിങ്ങളൊന്നും ആക്കിയിട്ടില്ല. സത്യം പറയണം. മഹാബലിയെ പാതാളത്തിലാക്കാത്ത ഒരാളെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരാൾ പോലും ഇല്ല. എല്ലാവരും പാതാളത്തിലാക്കിയവരാണ്. നമ്മളങ്ങനെ പാടി ശീലിച്ചു. ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുകയല്ല. നമ്മൾ ചെയ്ത ഒരുപാട് തെറ്റുകൾ അത് കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യണ്ടേ? വേണ്ടയോ? ഇപ്പം എനിക്കറിയാം നിങ്ങളാരും പാതാളം പറയില്ല. കാരണം നിങ്ങളൊക്കെ കൺവിൻസ്ഡാണ്, നിങ്ങൾക്ക് വ്യക്തമാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ മൂല ഭാഗവതമുണ്ട്. അന്ന് നമ്മളെ കയ്യിൽ ഭാഗവതം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലരും. അതുകൊണ്ട് നമുക്കറിയില്ലാത്തതുകൊണ്ട് നമ്മൾ പാതാളം എന്ന് പറഞ്ഞു. ആണോ അല്ലയോ? ഇതാരുടെ കുറ്റമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കേട്ടതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതുപോലെയാണ് ആരെ എവിടെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്? സീതയെ. ഇനി ദേവി വിചാരിച്ച് പറയരുത്. ശ്രീരാമസ്വാമി ഒരിക്കലും സീതയെ എവിടെ ഉപേക്ഷിച്ചിട്ടില്ല. അവർക്ക് പറയണം. എവിടെയാണ്?
വാത്മീകി ആശ്രമം.